السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, വരുന്ന 10-11 തീയതികളിൽ മലപ്പുറത്ത് നടക്കാനിരിക്കുന്ന യുവജന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലുടനീളം ഇതുപോലത്തെ തസ്ബിയ പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും നാളെയുമായി ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ ഈയൊരു തസ്ബിയ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിനെ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അതിലൂടെ സംഘാടകർക്ക് പുണ്യം ലഭിക്കാനും അതിലൂടെ നമ്മുടെ സമൂഹത്തിലെ ജീർണതകളെ ഇല്ലാതാക്കുവാനുമുള്ള പരിശ്രമമാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അള്ളാഹു ആ ഒരു അർത്ഥത്തിലേക്ക് ഈ പ്രോഗ്രാമിനെ മാറ്റുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യർ ഇല്ലായിരുന്നു ഈ ലോകത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കാൻ തീരുമാനിച്ച ആ നിമിഷം പ്രപഞ്ചത്തിലെ ഭൂമിയിലെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള, വ്യത്യസ്ത വർണ്ണങ്ങളുള്ള മണ്ണുകൾ സമാഹരിച്ച് അതിൽ വെള്ളം ചേർത്ത് കുഴച്ച് അതിൽ നിന്നൊരു മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി അതിനെ ഉണക്കി കൊട്ടിയാൽ ചില ശബ്ദമുണ്ടാകുന്ന സമയമായപ്പോൾ അതിൽ ആത്മാവിനെ ഊതിയിട്ടാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം
മാതാവും പിതാവുമില്ലാതെ ദൈവത്തിൻ്റെ ഇംഗിതപ്രകാരം ഭൂമി ലോകത്ത് ജന്മം കൊണ്ടിട്ടുള്ളത്. അതിൽ പിന്നീട് ഉള്ള ജനങ്ങൾ മുഴുവൻ ഇന്ദ്രിയത്തിൽ നിന്നുണ്ടായി എന്നും ആണും പെണ്ണും പരസ്പരമുള്ള ദാമ്പത്യ ജീവിതത്തിലൂടെ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും കൂടി യോജിച്ച് പിന്നീടുള്ള ആളുകൾ ഉണ്ടായി എന്ന് ശാസ്ത്രം പറയുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആൻ മനുഷ്യഗർഭത്തിലെ ഓരോ സ്റ്റെപ്പുകളെയും വിവരിക്കുന്നുണ്ട്. സ്വർഗത്തിലായിരുന്നു ആദമിൻ്റെ ആദ്യത്തെ കാലഘട്ടം എന്നത് നമുക്കറിയാം. യഥേഷ്ടം തിന്നാനും കുടിക്കാനും ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള സ്വർഗത്തിൽ ആദമിനോടും ഹവ്വയോടും അല്ലാഹു പറഞ്ഞത് ഫലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനദ്ദാലിമീൻ, ഈ നിശ്ചയിക്കപ്പെട്ട ഈ നിശ്ചിതമായ ഒരു മരത്തെക്കൊള്ള മാത്രം നീ അടുക്കരുത്. അത് നിനക്ക് വിലക്കപ്പെട്ട മരമാണ്. അതിലുള്ള പഴം നിങ്ങൾക്ക് കഴിക്കാൻ നിഷിദ്ധമാണ്. ഇങ്ങനെ നിബന്ധന വെച്ച് സ്വർഗത്തിൽ വസിച്ച ആദം നബിയും ഹവ്വാ ബീവിയും മനുഷ്യന്റെ ആജന്മ ശത്രുവായ പിശാചിന്റെ വസ്വാസിൽ ദുർമന്ത്രണത്തിൽ അകപ്പെട്ട് അള്ളാഹു വിലക്കിയ മരമാണെന്നറിഞ്ഞിട്ട് പോലും പിശാച് അത് ഓർമ്മപ്പെടുത്തിയിട്ട് പോലും സ്വർഗത്തിൽ എന്നും നിൽക്കണമെന്ന അവരുടെ ഉള്ളിലുണ്ടായ അത്യാർത്തിയിൽ നിന്നുകൊണ്ട് പിശാചിന്റെ ദുർബോധനവും ഉപദേശവും കേട്ട് അത് കഴിക്കുകയും അള്ളാഹു സ്വർഗലോകത്ത് നിന്ന് ആദമിനെയും ഹവ്വയെയും പുറത്താക്കുകയും ചെയ്ത സംഭവവും നമുക്കറിയാം. അങ്ങനെയാണ് നാം ഭൂമിയിലെത്തുന്നത്. ഭൂമിയിൽ നിരവധി ജന്തുജാലങ്ങളിൽ ഏറെ ശ്രദ്ധേയനായ മനുഷ്യനായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല രീതിയിലാണ് മനുഷ്യനെ അല്ലാഹു ഉണ്ടാക്കിയത്. ഇതര ജന്തുക്കളിൽ നിന്ന് ഏറെ വ്യത്യസ്തനും വ്യതിരിക്തനുമാണ് മനുഷ്യനെന്നും ഖുർആൻ പറയുന്നു. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ ഇതര ജന്തുജാലങ്ങളിൽ നിന്ന് ഞാൻ ശ്രദ്ധേയനാക്കിയിരിക്കുന്നു എന്നും ആദരിച്ചിരിക്കുന്നു എന്നും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സഹോദരന്മാരെ, ഒരു മനുഷ്യന്റെ കരുത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത് ഭൂമിയിലേക്ക് അയച്ച ഈ ശ്രദ്ധേയമായ സൃഷ്ടിയുടെ കരുത്ത് എന്ന് പറയുന്നത് അവന്റെ ശരീരം മാത്രമല്ല, മറിച്ച് അവന്റെ മനസ്സും കൂടെയാണ്. മനസ്സിന്റെ ഇംഗിത പ്രകാരമാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് എങ്കിൽ ഓരോരുത്തർക്കും ധർമാധർമ്മങ്ങൾ വ്യത്യസ്തമായിരിക്കും. നാം കേൾക്കുന്ന നിരവധി ദുരന്ത വാർത്തകളുടെ പിന്നിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി ആ ഒരു കുറ്റകൃത്യത്തിന് അയാളെ പ്രേരിപ്പിച്ചത് അയാളുടെ മനസ്സാണ്. സ്വന്തം ഭാര്യയെ കൊന്നൊടുക്കാൻ, സ്വന്തം മക്കൾക്ക് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യാൻ നിരവധി പേർ ആരാധനാക്രമം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നിടത്തേക്ക് വെടിയുതിർക്കാൻ ഇങ്ങനെ തുടങ്ങി. സമൂഹം കേട്ടപ്പോൾ നെട്ടിപ്പോയ ചില ആളുകളുടെ ക്രൂരകൃത്യങ്ങൾ, അതിന് അവരെ പ്രേരിപ്പിച്ചത് അവരുടെ മനസ്സാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഇംഗിതപ്രകാരം ഭൂമിയിൽ ഓരോരുത്തരും ജീവിക്കട്ടെ എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇവിടെ കുഴപ്പങ്ങളും സംഘട്ടനങ്ങളുമായിരിക്കും ഉണ്ടാവുക എന്ന് തിരിച്ചറിഞ്ഞ പടച്ചറബ് ഈ ലോകത്തേക്ക് നമ്മെ പറഞ്ഞയക്കുമ്പോൾ തന്നെ ആദമിനോടും ഹവ്വയോടും പറഞ്ഞ വാക്കാണ് ഞാൻ ആദ്യം ഓതി കേൾപ്പിച്ച വചനം. ഖുൽ ഹബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എല്ലാവരും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പോകണം. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ, ഭൂമിയിൽ നിങ്ങൾ വസിക്കവേ എന്റെ പക്കൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വന്നെത്തും. ആ ഹുദ നിങ്ങൾക്ക് വന്നെത്തുന്ന മുറയ്ക്ക് നിങ്ങൾ അതിനെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല, നിങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരികയില്ല എന്ന്. ഒരു മനുഷ്യന് ദുഃഖമുണ്ടാകുന്നത് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ്. ഞാൻ പഠിച്ചില്ല, ഞാൻ സമ്പാദിച്ചില്ല, ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അങ്ങനെ കാണേണ്ടിയിരുന്നില്ല എന്നിത്യാദി കുറ്റബോധങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് സങ്കടങ്ങൾ.
ആ സങ്കടങ്ങൾ ഇല്ലാതാക്കാൻ ഈ ഹുദക്ക് കഴിയുമെന്ന് ഖുർആൻ പറയുന്നു. ഭയമുണ്ടാകുന്നത് ഭാവിയെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ്. ഒരു വേള പാസ്റ്റിൽ നാം ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലം ഭാവിയിൽ എങ്ങനെ വരുമെന്ന ആശങ്ക. നമ്മുടെ സാമ്പത്തിക രംഗം, നമ്മുടെ ആരോഗ്യരംഗം, നമ്മുടെ സാമൂഹിക രംഗം, ഈ സ്വതന്ത്ര മണ്ണിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വർഗീയപരമായ നീക്കങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കുന്നു. എന്നാൽ ഖുർആൻ പറയുന്നത് ഈ ഹുദയെ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ ഭയക്കേണ്ടതില്ല എന്നാണ്. ഒരിക്കലും ഭയമില്ലാതെ ദുഃഖമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട വഴി ഹുദ ഞാൻ കാണിച്ചു തരുമെന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്. സൂറത്ത് ത്വാഹയിൽ അല്ലാഹ് പറയുന്നത് ഖാല ഹബിതാ മിൻഹാ ജമീഅ ബഅദുകും ലിബഅദിൻ അദു ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ ഇത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖാ. എല്ലാവരും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകണം. മനുഷ്യൻ ആദമിനും ആദമിന്റെ സന്തതികളും പിശാചും പിശാചിന്റെ സന്തതികളും തമ്മിൽ ശത്രുക്കളാണ്. നിങ്ങൾക്ക് എന്റെ പക്കൽ നിന്നുള്ള ഹുദ വന്നെത്തുമ്പോൾ ആർ അതിനെ പിൻപറ്റുന്നുവോ അവർക്ക് യാതൊരു തരത്തിലും അവർ വഴികേടിലാവുകയില്ല, അവർക്കൊരിക്കലും ക്ലേശമുണ്ടാവുകയില്ല. ആയത്തിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറയുന്നത് ദുനിയാവിലും ആഖിറത്തിലും അവർ വഴിതെറ്റിപ്പോവില്ല എന്നാണ്. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് ശഖാവത്ത്, ദൗർഭാഗ്യമുണ്ടാവുകയില്ല, അവർ സൗഭാഗ്യത്തിലായിരിക്കുമെന്നാണ് ഖുർആനിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനില്ലാത്തടത്ത് മനുഷ്യനെ പടച്ചിറപ്പുണ്ടാക്കി. ആ മനുഷ്യന് ജീവിക്കാൻ വേണ്ട വഴികളില്ലാത്തടത്ത് പ്രവാചകന്മാരെ പറഞ്ഞയച്ച് വേദഗ്രന്ഥങ്ങൾ ഇറക്കിക്കൊടുത്ത് ആ ഹുദയെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ വഴികേടിലാവില്ല, നിങ്ങൾക്ക് ദൗർഭാഗ്യമുണ്ടാവില്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏതാണ് ഈ ഹുദ? വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തു അൽ ബഖറയുടെ തുടക്കം തന്നെ അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, അത് മുത്തഖികൾക്ക് ഹുദയാണ്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഹുദയാണ്, ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ നിങ്ങളെ ഏറ്റവും ചൊവ്വായതിലേക്ക് നയിക്കും. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. വ്യത്യസ്ത തരത്തിലുള്ള ഇരുട്ടുകളിൽ നിന്ന്, ശിർക്കിന്റെ, ബിദ്അത്തിന്റെ, തിന്മകളുടെ, അധർമ്മങ്ങളുടെ, അനീതിയുടെ, അക്രമത്തിന്റെ എല്ലാം ഇരുട്ടാണ്. ഒരു മനുഷ്യന്റെ മനസ്സ് ഇരുണ്ടു പോകുമ്പോഴാണ് അയാളൊരു അക്രമിയാകുന്നത്, അയാളൊരു കൊലയാളിയാകുന്നത്. ഏത് പാപവും ദുൽമത്താണ്, ഇരുട്ടാണ്. ഇരുട്ടുകൾ വൈവിധ്യമാണ്. വൈവിധ്യമാർന്ന ഇരുട്ടുകളിൽ നിന്ന് മനുഷ്യനെ പ്രകാശത്തിലേക്ക് നയിക്കാനിത ആകാശത്ത് നിന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ഗ്രന്ഥമിറക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ പറയാം. യഹ്ദീ ഇലർ റുശ്ദ് ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. ഈ ഗ്രന്ഥം ഏറ്റവും നല്ല സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ്. സഹോദരന്മാരെ, ഖുർആൻ ഈ ഹുദയുടെ, റബ്ബിന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഹുദയുടെ അവസാനത്തെ പതിപ്പാണ്. ലോകത്ത് നിരവധി പ്രവാചകന്മാർ കടന്നു വന്നു. ആ പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. അതിന്റെ ഏറ്റവും അവസാനത്തെ പതിപ്പ് അതാണ് ഖുർആൻ. മുഹൈമിൻ, എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും ഒരു മോഡറേറ്റർ ആയിട്ടുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. എല്ലാ പ്രവാചകന്മാരുടെയും ഒരു മോഡറേറ്ററാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഇനി ഒരു നബി വരാനില്ല. അന ഖാതമുൽ അംബിയ, ഞാനാകുന്നു പ്രവാചകന്മാരുടെ കണ്ണിയിലെ, പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണി എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരക്ഷരനായിരുന്നു പ്രവാചകൻ, അക്ഷരജ്ഞാനമില്ലാത്തവരായിരുന്നു പ്രവാചകൻ. വായിക്കൂ എന്ന് ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ മാ അന ബിഖാരി, ഞാൻ എനിക്ക് വായിക്കാൻ അറിയില്ല എന്നായിരുന്നു ജിബ്രീലിനോട് പ്രവാചകൻ മുഹമ്മദ് നബി കൊടുത്ത മറുപടി. അത് അറിഞ്ഞിട്ട് പറഞ്ഞതല്ല, അറിയാത്തത് കൊണ്ട് പറഞ്ഞതാണ്. വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ്
വലാ തഖുത്തുഹു ബിയമീനിക്. ഈ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് പ്രവാചകരെ, താങ്കൾ ഒരു ഗ്രന്ഥം വായിക്കുകയോ ഏതെങ്കിലും വല്ലതും എഴുതുകയോ ചെയ്തിട്ടില്ല. വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും. നിരക്ഷരരായ ഒരു ജനതയിലേക്ക് അവരിൽ നിന്നു തന്നെയുള്ള നിരക്ഷരനായ ഒരു പ്രവാചകനെ നിയോഗിച്ചവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജാ. സർവശക്തനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, തന്റെ ദാസന് കിതാബ്, അൽ കിതാബാകുന്ന വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊടുത്തവനാണ് അല്ലാഹു. വലം യജ്അൽ ലഹു ഇവജ, അതിൽ യാതൊരുവിധ കളങ്കവുമില്ല എന്നാണ്. സുഹൃത്തുക്കളെ, അക്ഷരജ്ഞാനമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് അറബി സാഹിത്യത്തെ, വ്യാകരണത്തെ, അറബി ഭാഷയുടെ സൗന്ദര്യത്തെ അണിയിച്ചൊരുക്കിയ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ പറയാൻ സാധിക്കുന്നത്? ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളുള്ള ഖുർആൻ, മുൻകഴിഞ്ഞുപോയ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1000, 2000, 4000, 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രങ്ങൾ പറയുന്ന ഗ്രന്ഥം, ശാസ്ത്രം പിച്ചവെച്ച് വളർന്നിട്ടില്ലാത്ത കാലത്ത് ശാസ്ത്രീയമായി നിരവധി സത്യങ്ങളെ പ്രഖ്യാപിച്ച ഗ്രന്ഥം, ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയായ ഈ വിശുദ്ധ ഖുർആൻ, അത് ദൈവികമല്ല എന്ന് വാദിച്ചവർ പോലും വാദിക്കാനുണ്ടായ കാരണം ഖുർആൻ ദൈവികമല്ല എന്ന് കരുതിയിട്ടല്ല, ഖുർആൻ ദൈവികമാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ്. ഖുർആൻ ദൈവികമാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് അബൂജഹലും ഉത്ബത്തും ഷൈബത്തും വലീദും ഉഖ്ബയും അതുപോലെയുള്ള ശത്രു സന്നാഹം ഖുർആനിനെതിരെ തിരിഞ്ഞത്. സംശയമുണ്ടോ? അബൂലഹബിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ മുഹമ്മദിനെതിരെ ഇറങ്ങാൻ കാരണം? 40 കൊല്ലം അൽ അമീനായ വ്യക്തിയായിരുന്നല്ലോ. അയാൾ പറയുന്നത്, ഞങ്ങൾ ഗോത്രങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, മുഹമ്മദ് നബിയാണ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് എങ്ങനെ ഒരു നബിയെ കൊണ്ടുവരാൻ സാധിക്കും? അതുകൊണ്ട് മത്സരത്തിന്റെ മുന്നിൽ ഞങ്ങൾക്കൊറ്റ പരിഹാരമേ ഉണ്ടായിരുന്നുള്ളൂ, മുഹമ്മദ് നബിയല്ല എന്ന് പറയൽ. അവൻ കള്ളനാണ്, അവൻ മായാജാലക്കാരനാണ്, അവൻ ഭ്രാന്തനാണ്, കുഴപ്പമുണ്ടാക്കുന്നവനാണ്, അവൻ മുൻകഴിഞ്ഞു പോയ കാലത്തെ കെട്ടുകഥകൾ എവിടെ നിന്നോ വാരിക്കൊണ്ടുവന്നതാണ് എന്നിത്യാദി തുടങ്ങിയിട്ട് പ്രവാചകനെതിരെയുള്ള നിരവധി ആരോപണങ്ങളുമായി അവർ ഇറങ്ങിയത് ഖുർആൻ ദൈവികമല്ല എന്ന വിശ്വാസത്തിലല്ല, ഖുർആൻ ദൈവികമാണ്, മുഹമ്മദ് പ്രവാചകനാണ് എന്ന ഉറച്ച വിശ്വാസം കൊണ്ട്. അവർ വിശ്വസിച്ചു എന്നല്ല, അവരുടെ ബോധം കൊണ്ടാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു, ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീ ലഅല്ലകും തഗ്ലിബൂൻ. നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്, നിങ്ങൾ ആ ക്ലാസ് കേൾക്കരുത്, നിങ്ങൾ ആ പ്രസംഗം കേൾക്കരുത്, നിങ്ങൾ അവിടെ പോയാൽ പിഴച്ചു പോകും. ഇന്നും അത് പറയുന്ന ആളുകളുണ്ട്. സ്വകാര്യമായ യോഗങ്ങൾ കൂടുന്നവരുണ്ട്, മെസ്സേജുകൾ പാസ് ചെയ്യുന്നവരുണ്ട്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ പ്രബോധനവുമായി ഇറങ്ങി തിരിച്ച കാലത്ത് ശത്രു സന്നാഹം പ്രവാചകനെ ആദർശം കൊണ്ട് നേരിടാനുള്ള കരുത്തില്ലാഞ്ഞിട്ട് അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സ്വാധീനം കൊണ്ടും അവർ നിയമങ്ങൾ പുറപ്പെടുവിപ്പിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന് നേരെ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമം നടത്തിയത് അള്ളാഹുവിന്റെ ഗ്രന്ഥം പച്ചയായി നമ്മുടെ മുന്നിൽ പറയുന്നു. വിശുദ്ധ ഖുർആൻ അവതരിച്ച കാലത്ത് തന്നെ അതിൻ്റെ പ്രഥമ ഓഡിയൻസായ ശത്രുക്കളും വിശ്വാസികളും ഒരുപോലെ ഉൾക്കൊണ്ട കാര്യമാണ് ഈ ഖുർആൻ ദൈവികമാണ്, മുഹമ്മദ് പ്രവാചകനാണ് എന്ന സത്യം. അത് പല സന്ദർഭത്തിലായി അവർ ഒറ്റയും തെറ്റയുമായി പറഞ്ഞത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ വിശുദ്ധ ഖുർആനാണ് ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും പരിഹാര മാർഗമായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത്, ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും, എല്ലാ സങ്കടങ്ങളും,
എല്ലാ ഭീതിയും ആശങ്കയും എല്ലാ പ്രതിസന്ധികളും എല്ലാ തരത്തിലുള്ള തിന്മ നിറഞ്ഞ ചിന്തയും എല്ലാം അവയെല്ലാം മാറ്റുന്ന ഒരു ഷിഫയാണ് ഖുർആൻ. ജനങ്ങൾക്ക് ഗൈഡാണ് ഖുർആൻ. വിശ്വാസികൾക്ക് റഹ്മത്താണ് ഖുർആൻ. മനുഷ്യർ ഭക്ഷണത്തിൽ സന്തോഷം കാണുന്നു, വസ്ത്രത്തിൽ കാണുന്നു, കാഴ്ചകളിൽ സന്തോഷം കാണുന്നു. ഖുർആൻ പറയുന്നത് ഫബിദാലിക ഫല്യഫ്റഹൂ, നിങ്ങൾ ഖുർആനിൽ സന്തോഷം കണ്ടെത്തിക്കൊള്ളുന്നു. ഖുർആനിലേക്ക് അടുക്കുന്ന ആളുകൾക്ക് ഖുർആൻ സന്തോഷം നൽകുമെന്നതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അവതരിപ്പിച്ച ഏറ്റവും നല്ല, ഏറ്റവും ഗുണപ്രദമായ, ഏറ്റവും ഉപകാരം നിറഞ്ഞ, ഒരിക്കലും ഫെയിലാവാത്ത ഒരു മരുന്ന് അത് ഖുർആനാണ്. ഒരുപാട് രോഗങ്ങളുണ്ട്, അവയ്ക്കൊക്കെ മരുന്നുമുണ്ട്. എന്നാൽ അള്ളാഹു ആകാശത്ത് നിന്നിറക്കിയ ഏറ്റവും നല്ല മെഡിസിൻ, ഏറ്റവും നല്ല ശമനം അത് ഖുർആനാണെന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത്. സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള വ്യക്തികൾ ഒരുപാട് ടെൻഷൻ സഹിക്കുന്ന, ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന, സാമ്പത്തിക, മാനസിക വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായി തളർന്നു പോയിരിക്കുകയാണ് പുതിയ സമൂഹം. പേരിൻ്റെ ഒരു ഭാഗത്ത് ഡോക്ടറും മറുഭാഗത്ത് MBBS ചേർത്തു വെച്ച ഒരു കുട്ടിയാണ് ഈ അടുത്ത് ആത്മഹത്യ ചെയ്തത്. പിഞ്ചു മക്കൾ മുതൽക്ക് വലിയ ആളുകൾ വരെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പേറി അതിന്റെ പരിഹാരം തേടി മദ്യത്തിലും മയക്കുമരുന്നിലും അനാവശ്യങ്ങളും ചെന്നുപെട്ട് പിന്നീട് ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുടുംബങ്ങളിൽ ഒരുപാട് കലഹങ്ങളാണ്, ഛിദ്രതയാണ്, കുഴപ്പമാണ്, അസമാധാനമാണ്, അസ്വസ്ഥതയാണ്, അവിഹിതങ്ങളും ഹറാമുകളും വിളയാടുകളെയാണ് കുടുംബങ്ങളിൽ. രക്ഷിതാക്കളും മക്കളും തമ്മിൽ അകന്നകന്നകന്നു പോവുകയാണ്. ഭാര്യയും ഭർത്താവും കാര്യങ്ങൾ സാധിക്കാനുള്ള ഭൗതികമായ ഒരു ഉപകരണങ്ങൾ മാത്രമായി മാറുന്ന, മാനസികമായി യാതൊരുവിധ ഇന്റിമസിയുമില്ലാത്ത, ഒരു കണക്ഷനുമില്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത, ഒരു ആത്മബന്ധമെന്ന് പറയാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള സ്നേഹവുമില്ലാത്ത ഒരു വീട്ടിൽ താമസിക്കുന്നു എന്ന് മാത്രം. ഒരാൾ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നു, മറ്റേയാൾ അത് പാചകം ചെയ്തു കൊടുക്കുന്നു എന്നത് മാത്രം. ഈ മക്കൾക്കിടയിലെ 2 സ്റ്റാഫിനെ പോലെയാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു കുടുംബത്തിലല്ല, നിരവധി കുടുംബങ്ങളിൽ ഇതാണ് അവസ്ഥ. മക്കൾ രക്ഷിതാക്കളെ വിട്ട് പോകുന്ന സാഹചര്യം, തനിക്കിഷ്ടപ്പെട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ, മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, തോന്നിവാസത്തിന്റെ വഴികൾ തേടുന്ന, സമ്പാദിക്കാനുള്ള പുതിയ പുതിയ നൂതന വഴികൾ, ഹറാമും ഹലാലും നോക്കാതെ അതിലേക്ക് ഇറങ്ങിത്തിരിച്ച് സ്വന്തം മാതാപിതാക്കളെ നഷ്ടപ്പെടുത്തുന്ന മക്കള്. ഇവിടങ്ങളിലെല്ലാം കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻ ഖുർആൻ. ഒരു വ്യക്തി അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻ ഖുർആൻ. ഒരു സമൂഹം നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻ ഖുർആൻ. മക്കയിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? കൊള്ളയുണ്ടായിരുന്നു, കൊലയുണ്ടായിരുന്നു, മദ്യപാനം വ്യാപകമായിരുന്നു, വ്യഭിചാരം സാർവത്രികമായിരുന്നു. ഒരു സ്ത്രീയെ അനവധി പേർ ബന്ധപ്പെട്ട് അവളിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞിന്റെ ഉപ്പയാരാണെന്ന് പോലും അറിയാത്ത ഗതികേടുണ്ടായിരുന്നു. ഒരു ഉപഭോഗ വസ്തുവായി മാത്രം സ്ത്രീ മാറ്റപ്പെട്ട ഒരു കാലം, അനന്തര സ്വത്ത് പോലും ഇല്ലാത്ത കാലം, ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലം. ഒരു പെൺകുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ മാനം സഹിച്ച് ആ കുട്ടിയെ പോറ്റണോ അതല്ല ആ കുട്ടിയെ മണ്ണിലിട്ട് പൂഴ്ത്തണോ എന്ന് ചിന്തിച്ചിരുന്ന കാലം. അവിടങ്ങളിലെല്ലാം വിശുദ്ധ ഖുർആൻ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നതാണ് ഖുർആനിന്റെ ചരിത്രം. കള്ളിലും അതുപോലെ തന്നെ വ്യഭിചാരത്തിലും തോന്നിവാസത്തിലും മുഴുകിയ ഒരു ജനതയെ അസ്സാബിഖൂനൽ അവ്വലൂന വൽ മുഹാജിരീന വൽ അൻസാർ, സ്വർഗത്തിലേക്ക് മുൻകടന്നു പോയ മുഹാജിറുകളും അൻസ്വാരികളും, അല്ലാഹ് അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അസ്ഹാബി അമനത്തുൽ ഉമ്മത്തി, എന്റെ സ്വഹാബത്ത് ഈ ഉമ്മത്തിന് സെക്യൂരിറ്റിയാണ് എന്ന് പറയാൻ മാത്രം. എന്റെ ഉമ്മത്തിൽ ഏറ്റവും നല്ല തലമുറ എന്റെ കൂടെ ജീവിച്ച തലമുറയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ മാത്രം. നിങ്ങൾ വിശ്വാസവും കർമ്മവും അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും ഖുലഫാഉർ റാഷിദീങ്ങളും എന്റെ സ്വഹാബത്തും എങ്ങനെയാണോ മതത്തെ കണ്ടത് അതുപോലെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയാൻ മാത്രം ഉത്തുംഗ പദവിയിലേക്ക് അവരെ വിശുദ്ധ ഖുർആൻ ഉയർത്തിക്കൊണ്ടുവന്നു എന്നത്
ഖുർആൻ ഒരു ജനതയുടെ മുന്നിലെ എല്ലാ ജീർണതക്കുമുള്ള പരിഹാരമാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. നിരാശയിൽ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നവരുടെ മുന്നിൽ അവർക്ക് പുതുജീവൻ കൊടുക്കുന്നു ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദആകും ലിമാ യുഹീകും. അല്ലാഹു റസൂലും വിളിച്ചാൽ നിങ്ങൾ ഉത്തരം കൊടുത്തോ. അവർ നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന വിഷയത്തിലേക്കാണ് എന്ന് ഖുർആൻ പറയുകയാണ്. ഏത് തരത്തിലുള്ള കുടുസതയും മനസ്സിന്റെ വിഷമങ്ങളും തീരാത്ത സങ്കടങ്ങളും എല്ലാ തരത്തിലുള്ള ബാണ്ടക്കെട്ടുകളും വിലങ്ങുകളും പൊട്ടിച്ചെറിയാൻ പവറുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. യുഹല്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. എല്ലാ നന്മയും ഹലാലാക്കി, എല്ലാ ഖബായിസും, എല്ലാ നീചമായതും ഹറാമാക്കി. അവരുടെ കഴുത്തിൽ, അവരുടെ ഷോൾഡറിലുള്ള എല്ലാ വിലങ്ങുകളെയും ബാണ്ടക്കെട്ടുകളെയും ഈ ഖുർആൻ ഇറക്കി വെച്ചു എന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ ഖുർആനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷമഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ തുടക്കം അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമ്മതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖലാഉക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗം വജഅലിൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. അല്ലാഹുവേ, ഈ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി നീ മാറ്റണേ, എൻ്റെ ദുഃഖത്തെ പോക്കുന്നതാക്കണമേ, എൻ്റെ മനസ്സിൽ പ്രകാശം പരത്തുന്നതാക്കി നീ മാറ്റണേ. റസൂലിന്റെ പ്രാർത്ഥനയാണ്. ഈ ഖുർആൻ അങ്ങനെയൊക്കെ കഴിയും. എന്ത് ഇല്ലായ്മയിലും വല്ലായ്മയിലും, എന്തെല്ലാം പ്രതിസന്ധിയിലും പ്രയാസത്തിലും ശാന്തമായി അടക്കത്തോടെ, ക്ഷമയോടെ, സദ്വിചാരത്തോടെ, തൃപ്തിയോടുകൂടെ, സന്തോഷത്തോടുകൂടെ, നന്ദിയുള്ള ഒരു മനസ്സോടുകൂടെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഈ വിശുദ്ധ ഖുർആൻ പ്രദാനം ചെയ്യുമെന്ന കാര്യം സഹോദരന്മാരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. പരമ്പരാഗതമായ വിശ്വാസം, അതിനെ അന്ധമായി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് സത്യം ബോധ്യപ്പെടുക എന്നത് എത്രത്തോളം ശ്രമകരമായ കാര്യമാണ്. എന്നാൽ സ്വഹാബത്ത് അഖിലവും അവരുടെ പാരമ്പര്യ വിശ്വാസത്തെ വലിച്ചെറിഞ്ഞ് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആളുകളാണ്. ഹൃദയത്തിൽ കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്നതാണ് വിശ്വാസം. പക്ഷെ ആ വിശ്വാസത്തെ പരിവർത്തിപ്പിക്കാനുള്ള ഖുർആനിൻ്റെ പവർ, അത് അപാരം തന്നെയാണ്. ഖുർആനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ വിവിധങ്ങളായ വിശേഷണങ്ങൾ പറയുകയും അവനെ മാത്രം ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും അവനല്ലാത്ത ആരാധ്യ വസ്തുക്കളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരെ തെറി പറയാതെ, അവരെ കൊച്ചാക്കാതെ, അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാതെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്താൻ വിശുദ്ധ ഖുർആനിന് ഭംഗിയായി സാധ്യമായി എന്നതാണ് ഇസ്ലാമിൻ്റെ മാറ്റങ്ങളുടെ ഏറ്റവും വലിയ ഒരു ചേതോ വികാരം എന്ന് പറയുന്നത്. മാത്രവുമല്ല, അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരാൾ ഏതെങ്കിലും ഒരു വസ്തുവിന് പൂർണ്ണമായി അടിമപ്പെടുന്നതാണ് അഡിക്ഷൻ. പിന്നീട് അയാൾക്ക് പോലും അയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിഷമത്തിലാണ് അയാൾ പെട്ടുപോകുന്നത്. സമയമാകുമ്പോൾ എന്തിനാണോ അഡിക്റ്റായത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അയാൾ അടുത്തു പോകുന്നതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. കൊല്ലങ്ങളോളമായി മദ്യപാനത്തിൽ മുഴുകിയ ഒരു ജനതയെയാണ് പൂർണ്ണമായിട്ടും മദ്യമില്ലാത്ത ഒരു ജനതയാക്കി വിശുദ്ധ ഖുർആൻ മാറ്റിയത്. നമസ്കാരത്തിലേക്ക് ആദ്യോ മദ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മദ്യത്തിൽ നന്മയേക്കാൾ ദോഷമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് മദ്യത്തോടുള്ള ഒരു ഇമ്പം കുറഞ്ഞു. ഇനി നമസ്കാരത്തിലേക്ക് നിങ്ങൾ മദ്യപാനികളായിക്കൊണ്ട് വരരുത് എന്ന് വന്നപ്പോൾ അവർ ഒന്നുകൂടെ മദ്യത്തിൽ നകന്നു. മൂന്നാമത്തെ ഘട്ടം മദ്യം പൈശാചിക ദുർവൃത്തിയാണ് എന്നും അത് വെടിഞ്ഞാലേ നിങ്ങൾക്ക് വിജയം വരിക്കാൻ സാധിക്കൂ എന്നും പിശാച് നിങ്ങൾക്കിടയിൽ അന്യായവും അക്രമവും
അകൽച്ചയും പകയും ഉണ്ടാക്കാൻ മദ്യത്തിലൂടെ ശ്രമിക്കുകയാണ് എന്നും മദ്യമാണ് എല്ലാറ്റിൻ്റെയും നേതൃത്വം അലങ്കരിക്കുന്നത് എന്നും ഖുർആൻ ബോധ്യപ്പെടുത്തിയതോടുകൂടെ പൂർണ്ണമായിട്ടും മദ്യം വർജിച്ച ഒരു ജനതയെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. അപ്പോൾ എത്രയധികം അഡിക്ഷൻ സംഭവിച്ചാലും ആ അഡിക്ഷനിൽ നിന്ന് ഒരു മനുഷ്യനെ നിയമം പറഞ്ഞ് ഭീതിപ്പെടുത്തിയിട്ട് നടക്കാത്ത കാര്യം, നഷ്ടങ്ങൾ പറഞ്ഞ് ഭീതിപ്പെടുത്തിയിട്ട് നടക്കാത്ത കാര്യം, ഇന്നും മദ്യപിച്ചാൽ കരൾ കേടുവരുമെങ്കിൽ 10 കൊല്ലം ആ കരളുമായി ഞാൻ മദ്യപിച്ച് ജീവിച്ചു കൊള്ളാം എന്ന് പറയുന്ന ആളുകൾ ജീവിക്കുന്ന കാലമാണ് ഇന്നുമുള്ളത്. അന്നും മരിച്ചാൽ ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിലിനെ കുഴിച്ചു മൂടണം എന്ന് പറഞ്ഞ ജനപദത്തെയാണ് മദ്യം വേണ്ട എന്ന് തീരുമാനിക്കുന്നൊരവസ്ഥയിലേക്ക് ഖുർആൻ മാറ്റിയത്. ആ ഖുർആൻ നടത്തിയ അത്ഭുതത്തിന്റെ ചില എക്സാമ്പിൾസ് മാത്രമാണ് നമ്മൾ പറയുന്നത്. സ്വന്തം മകൾക്കെതിരെ വ്യഭിചാരോപണം നടത്തിയ മിസ്തഹ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചിലവിൽ കഴിയുന്ന വ്യക്തിയാണ്. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ സഫ്വാൻ ഇബ്നു മുഅത്തലുമായി അവിഹിത ബന്ധമുണ്ടായിരിക്കുന്നു എന്ന് കപടവിശ്വാസികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ അബൂബക്കറിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന മിസ്തഹും അത് ഏറ്റെടുത്തു പറഞ്ഞപ്പോ അബൂബക്കർ പറഞ്ഞു, ഇനി ഞാൻ നിന്നെ സംരക്ഷിക്കില്ല. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത്, നിങ്ങൾക്ക് അല്ലാഹു വിട്ടുവീഴ്ച ചെയ്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ നിങ്ങളോട് എത്രയധികം ശത്രുത വെച്ച് പുലർത്തുന്നവരോടും നിങ്ങളുമായി എത്രയധികം അകലെ നിൽക്കുന്നവരോടും നിങ്ങളെ എത്രയധികം ഉപദ്രവിച്ചവരോടും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണമെന്ന, പുറത്തു കൊടുക്കണമെന്ന വിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോൾ സ്വന്തം മകൾക്കെതിരെ വ്യഭിചാരോപണം നടത്തിയ മിസ്തഹിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു വിളിക്കുകയാണ്. സുഹൃത്തുക്കളെ, സമ്പത്തിനോട് ആർത്തിയില്ലാത്തവരാരാണ്? സൗകര്യങ്ങളോടും സംവിധാനങ്ങളോടും ആർത്തിയില്ലാത്തവരാരാണ്? എന്നാൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചാലേ അത് പുണ്യമാകൂ എന്ന ആയത്തിറങ്ങിയപ്പോഴാണ് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു തന്റെ ബൈറുഹാ തോട്ടം ഇസ്ലാമിന് ദാനമായി കൊടുക്കുന്നത്. ഏറെ പിരിശപ്പെട്ട, ഏറെ വരുമാനം സാധ്യതയുള്ള, ഏറ്റവും വിലപിടിച്ച തന്റെ സ്വത്തായിരുന്നു അത്. പക്ഷെ ആയത്തിറങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യാത്രയിലാണ്. യാത്രയിൽ അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോ അദ്ദേഹം വാഹനത്തിൽ നിന്നിറങ്ങി 2 റക്അത്ത് നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് അദ്ദേഹം, അള്ളാഹു കൽപ്പിച്ചതുപോലെയാണ് ഞാൻ ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഞാനിപ്പോൾ പ്രാവർത്തികമാക്കിയത്. സ്വന്തം മകൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഹൃദയം പൊട്ടി തളർന്നു പോകാതെ, ആർത്തട്ടഹസിച്ച് കരയാതെ, വിധിയെ പഴിച്ച് കുറ്റം പറയാതെ നമസ്കരിച്ച് പ്രാർത്ഥിക്കാൻ ഇബ്നു മസ്ഊദിന് സാധിച്ചത് വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, വിശ്വാസികളെ നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും പടച്ചറബിനോട് സഹായം തേടുക എന്ന ആയത്താണ്. സ്വന്തം മകൻ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ വാഹനത്തിൽ നിന്നിറങ്ങി 2 റക്അത്ത് നമസ്കരിച്ച് പ്രാർത്ഥിക്കാൻ ഒരു പിതാവിനെ പ്രചോദിപ്പിച്ചത് എങ്കിൽ അതാണ് സുഹൃത്തുക്കളെ ഖുർആനിന്റെ പരിവർത്തനം. ഔറത്ത് വ്യംഗ്യമായി മറച്ചായിരുന്നു പള്ളിയിലേക്ക് സ്ത്രീകൾ വന്നിരുന്നത്. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ആയത്തിറങ്ങി, നിങ്ങളുടെ മുഖമൊക്കന മാറിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ എന്ന് ആയത്തിറങ്ങിയപ്പോ സഹാബിമാർ പറയുകയാണ്, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഞങ്ങളുടെ ഭാര്യമാരെ പോലും ഞങ്ങൾക്ക് മനസ്സിലാകാത്ത അവസ്ഥയിൽ വസ്ത്രത്തിന്റെ കോന്തല മുറിച്ച് അവർ തങ്ങളുടെ മുഖമൊക്കനയുണ്ടാക്കി മാറുമറച്ചിട്ടാണ് പള്ളിയിൽ നിന്ന് പുറത്തു പോയത്. ഇന്നലെ വരെ ധരിച്ച വസ്ത്രം അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണെന്നും അള്ളാഹുവിന്റെ കൽപ്പന മാറിടത്തിലൂടെ താഴ്ത്തിയിടലാണ് വേഷവിധാനം എന്നുമുള്ള ആയത്തിറങ്ങിയപ്പോൾ ഒട്ടും അവർ കാത്തിരുന്നില്ല. ഭർത്താവ് വന്ന് ചോദിച്ചിട്ട് ചെയ്യാമെന്നൊന്നും അവർ വിചാരിച്ചില്ല. മറിച്ച് ഉടനടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് നാം കാണുന്നത്. ഇതൊക്കെ വിശുദ്ധ ഖുർആനിന്റെ പരിവർത്തനമാണ്. എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഈ പരിവർത്തനം ഉണ്ടാകുന്നത്? ഈ ഖുർആൻ അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ടാണ് തോഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലം മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ. ഈ ഖുർആൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല, നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ളതാണ്, നിങ്ങളെ പ്രയാസപ്പെടുത്താനുള്ളതല്ല.
ഈ ഖുർആൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങൾക്ക് വിലങ്ങ് തീർക്കാനോ നിങ്ങളെ ഇടങ്ങേറാക്കാനോ അല്ല. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ്. ദുനിയാവിലും ഖബറിലും പരലോകത്തും സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ഖുർആൻ ഇറക്കിയത്. തൻസീലും മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉല. ഉന്നതമായ ആകാശത്തെ ഉണ്ടാക്കിയ, ഈ ഭൂമിയെ നമുക്ക് ജീവയോഗ്യമാക്കി തന്ന് ഇതിനെ സൃഷ്ടിച്ച് പടച്ച് പരിപാലിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് ഈ ഖുർആൻ. അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ ഈ ഖുർആൻ മനുഷ്യരുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്ന് വാദിച്ചവർ, ദൈവമില്ല, ദൈവത്തെ ഞങ്ങൾ കൊന്നൊടുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ, മതം ആവശ്യമില്ലെന്ന് പറഞ്ഞ ആളുകൾ, സ്വതന്ത്ര ചിന്താഗതിയുടെ പിന്നാലെ പോകാൻ ആളുകളെ പ്രചോദിപ്പിച്ചവർ, അവസാനം എന്താണ് ഉണ്ടായത്? എല്ലാവരും ഒരുമിച്ചൊരു ഹാളിൽ കയറി നിന്ന് ഒറ്റ നിമിഷം വിഷം കഴിച്ച് എല്ലാവരും ആത്മഹത്യ ചെയ്ത ചരിത്രമാണ് പാശ്ചാത്യ നാടുകളിൽ നമ്മൾ വായിക്കുന്നതെങ്കിൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മുഴുവൻ പ്രത്യയ ശാസ്ത്രങ്ങളും അത് തകർന്നു എന്നല്ലാതെ ഇസ്ലാം തകർന്നു പോയിട്ടില്ല. അതുകൊണ്ട് ഏത് വിധേനയും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ആര് വ്രണപ്പെടുത്താനും ആര് വേദനിപ്പിക്കാനും ആര് ഭീതിയിലാഴ്ത്താനും ശ്രമിച്ചാലും നമ്മൾ ഭയക്കേണ്ടതില്ല. നാം ഈ ഖുർആനിന്റെ കൂടെയുണ്ടോ, നാം റബ്ബിന്റെ കൂടെയുണ്ടോ, നാം പ്രമാണത്തിന്റെ കൂടെയുണ്ടോ, ഒരുത്തനും ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ലാത്ത വിധം നിർഭയത്വം പടച്ച റബ്ബ് നമുക്ക് വാഗ്ദാനം ചെയ്തു തന്നിരിക്കുകയാണ്. അൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണോ, നിങ്ങളാകുന്ന ഏറ്റവും ഉന്നതന്മാർ എന്ന്. ലാ തഹിനു വലാ തഹിനു വലാ തഹ്സനു. നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ഇച്ഛാഭംഗപ്പെട്ടു പോകേണ്ടതില്ല, നിങ്ങൾ ആരെയെങ്കിലും കണ്ട് പേടിക്കേണ്ടതില്ല. ഏതെങ്കിലും നിയമം കണ്ടോ, നിയമ നിർമ്മാണങ്ങൾ കണ്ടോ, ഏതെങ്കിലും മുന്നേറ്റങ്ങൾ കണ്ടോ നിങ്ങൾ പേടിക്കേണ്ട. അൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളാണ് ഏറ്റവും ഉന്നതന്മാർ നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ എന്നാണ്. സാധ്യമല്ല സഹോദരന്മാരെ. കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട് പ്രവാചകനെ കൊന്നൊടുക്കാൻ. എല്ലാ തരത്തിലുള്ള ആയുധവും അധികാരവും സമ്പത്തും എല്ലാ സന്നാഹവും തിരിച്ചുവിട്ടിട്ടുണ്ട് സ്വഹാബത്തിന് ഒന്നടങ്കം ഉന്മൂലനാശം വരുത്താൻ. എല്ലാം ഒരു വ്യക്തിയോടുള്ള വൈരാഗ്യമായിരുന്നില്ല, മറിച്ച് ഈ വിശുദ്ധ ഖുർആൻ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഈ പരിവർത്തനത്തിൽ അസ്വസ്ഥത പൂണ്ട ആളുകളുടെ പ്രവർത്തനങ്ങളായിരുന്നു. പക്ഷെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒരാൾക്കും നശിപ്പിക്കാൻ സാധ്യമല്ല, ഒരാൾക്കും നശിപ്പിക്കാൻ സാധ്യമല്ല. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരി വലൗ കരിഹൽ കാഫിറൂൻ. അവർ അവരുടെ വായ കൊണ്ട് ഇതിനെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു. വല്ലാഹു മുതിമ്മു നൂരി, അല്ലാഹ് അവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ആരെല്ലാം എങ്ങനെയെല്ലാം വിഷമം പ്രകടിപ്പിച്ചാലും, ആർക്കെല്ലാം ഹാലിളകിയാലും, ആരെല്ലാം എന്തെല്ലാം നിരക്കുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും, വല്ലാഹു മുതിമ്മു നൂരി വലൗ കരിഹൽ കാഫിറൂൻ, സത്യനിഷേധികൾ വെറുപ്പോടുകൂടെ കണ്ടാലും അള്ളാഹുവിന്റെ പ്രകാശത്തെ അള്ളാഹ് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അത്ഭുതമാണ് ഈ ഗ്രന്ഥം. ഇതിനെ നശിപ്പിക്കാൻ ഗ്രന്ഥം രചിച്ചവനെ കൊണ്ട് ഇതിന്റെ മഹത്വം പാടിപ്പറയിപ്പിച്ച ഗ്രന്ഥമാണിത്. സുഹൈൽ ഇബ്നു അംർ അള്ളാഹുവിന്റെ പ്രവാചകനെതിരെ പ്രവർത്തിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഏറ്റവും സ്നേഹനിധിയായ തന്റെ ശിഷ്യൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത്, വേണ്ട ഉമർ, ഒരു നാൾ വരും ഈ സുഹൈലിന്റെ നാവ്, ഇന്ന് റസൂലിനെതിരെ സംസാരിക്കുന്ന ഈ നാവ്, ആളുകളെ പ്രവാചകനെതിരെ തിരിച്ചുവിടാൻ ഉപയോഗിക്കുന്ന ഈ നാവ്, നാളെ ഇസ്ലാമിന്റെ മദ്ഹ് പാടുന്ന ഒരു അന്തരീക്ഷം വരാനിരിക്കുന്നു ഉമർ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൈൽ ഇബ്നു അംർ ഇസ്ലാം സ്വീകരിക്കുന്ന ചരിത്രമാണ് നാം കാണുന്നത്. ആർക്കും മാറ്റമുണ്ടാക്കാൻ കഴിവുള്ള ഗ്രന്ഥം. ഖത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഖത്താബിന്റെ മകൻ ഉമർ ഇസ്ലാം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിടത്ത് നിന്നാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇന്ത്യയിൽ ഞാനൊരു ഭരണം ആഗ്രഹിക്കുന്നെങ്കിൽ അത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബിന്റെ ഭരണമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഗാന്ധിജിയെ കൊണ്ട് പറയിപ്പിച്ചുവെങ്കിൽ ആ ഉമർ ഇബ്നു ഖത്താബിന്റെ ഇസ്ലാം ആശ്ലേഷണം അത്ഭുതമായിരുന്നു. അതാണ് ഖുർആന്റെ പ്രത്യേകത. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, കൺകുളിർമയുടെ, സ്വസ്ഥതയുടെ, എന്തെല്ലാം പ്രതികൂലതകൾ ഉണ്ടായാലും ശാന്തമായി മുന്നോട്ട് പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന,
എന്ത് നഷ്ടങ്ങളുണ്ടായാലും അള്ളാഹുവിൽ അഭയപ്പെടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, ആരെല്ലാം എങ്ങനെയെല്ലാം ശ്രമിച്ചാലും എനിക്കെൻ്റെ റബ്ബുണ്ട് എന്ന ധൈര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന, എത്രയധികം വിഷമങ്ങൾ ഉണ്ടായാലും അള്ളാഹുവിലേക്ക് അഭയപ്പെടാനും നമസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ദിക്ർ ചൊല്ലാനും ആവേശത്തോടെ കുതിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥം നമ്മുടെ കൈകളിൽ ഭദ്രമാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഫേസ്ബുക്ക് നമ്മൾ പഠിച്ചു, യൂട്യൂബ് നമ്മൾ പഠിച്ചു, ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാൻ പഠിച്ചു, പലതും നമ്മൾ പഠിച്ചു. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടത് പഠിച്ചു, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടത് പഠിച്ചു, ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈ അള്ളാഹുവിൻ്റെ കലാമിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നത് സഹോദരന്മാരെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ഇത് പഠിക്കുമ്പോൾ കിട്ടുന്ന വിജ്ഞാനമാണ്, പഠിക്കാതെ ഒരാൾക്കും കിട്ടൂല. ആഗ്രഹം കൊണ്ട് ആർക്കെങ്കിലും ഇൽമുണ്ടാകുമായിരുന്നെങ്കിൽ ഭൂമിക്ക് മുകളിൽ ജാഹിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ള പറഞ്ഞത്. കൊല്ലങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് അവരൊക്കെ ഖുർആൻ പഠിച്ചത്. 50-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തികള് പിന്നീട് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ആയിരങ്ങൾക്ക് മുന്നിലാണ് ഇസ്ലാമിനെ കുറിച്ച് എന്തും ചോദിച്ചോളൂ എന്ന് പറയാൻ ധൈര്യം കാണിക്കുമാർ അവർ പഠിച്ചത്. സാധാരണ പറയാറുണ്ട്, കസ്തൂരിയുടെ സ്മെല്ല് കേട്ടിട്ട് കാട് മൊത്തം ഓടി നടക്കും അത്ര. എവിടെയാണ് ഇതിന്റെ സോഴ്സ് എന്നറിയാൻ. ഇതുപോലെയാണ് മുസ്ലിങ്ങൾ സിനിമയുടെയും സീരിയലിന്റെയും മദ്യത്തിന്റെയും തോന്നിവാസത്തിന്റെയും ആട്ടത്തിന്റെയും പാട്ടിന്റെയും കൂത്തിന്റെയും പിന്നാലെയാണ്. യഥാർത്ഥ ആസ്വാദനം എന്തെന്നറിയാതെ അലഞ്ഞു തിരിയുകയാണ് അവര്. യഥാർത്ഥ ആസ്വാദനത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ഇടം നമ്മുടെ കയ്യിലുണ്ട്. അത് ഖുർആനാണ്. ഫബിദാലിക ഫല്യഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങൾ സമാഹരിക്കുന്നതിൽ ഏറ്റവും നല്ല സമാധാനവും സന്തോഷവും നൽകുന്നത് അള്ളാഹുവിന്റെ ഖുർആനാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ സഹോദരന്മാരെ പഠിക്കുക. തൊട്ട് മുമ്പ് നിങ്ങൾ കേട്ട പീസ് റേഡിയോ ഖുർആൻ പഠിക്കാനുള്ള അവസരമാണ്. യൂട്യൂബിൽ നിരവധി ശരിയായ നിലക്ക് പഠിപ്പിക്കുന്ന ഖുർആൻ ക്ലാസ്സുകളുണ്ട്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ സലഫി സെന്ററിൽ എല്ലാ ബുധനാഴ്ചയും 5 മണിക്ക് സ്ത്രീകൾക്ക്, ആ സമയം ഒഴിവുള്ള പുരുഷന്മാർക്കും വരാം, ഖുർആൻ പഠിക്കുകയാണ്. സൂറത്ത് ഫാത്തിഹ മുതൽക്ക് നമ്മൾ അവസാനം സൂറത്ത് നാസ് വരെ ലക്ഷ്യം വെച്ച് തുടങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. എല്ലാ ബുധനാഴ്ചയും 5 മണിക്ക് വൈകുന്നേരം എല്ലാ സ്ത്രീകളും പങ്കെടുക്കണം. വളരെ ചുരുങ്ങിയ സമയം, അരമണിക്കൂർ, 3/4 മണിക്കൂർ മാത്രമാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്. ഒന്നും പഠിക്കാണ്ടിരുന്നാൽ ഒന്നും അറിയില്ല. ഒരു സദസ്സിൽ വന്നിരുന്നാൽ അവിടെ കേൾക്കുന്നതെങ്കിലും പഠിക്കാൻ പറ്റും. നമ്മൾ അവിടെ വരാതെ എവിടെയെങ്കിലും പോയിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? എവിടെയെങ്കിലും പോയിട്ട് കുറച്ചു നേരം ഫോൺ നോക്കിയിരുന്നാൽ നമുക്കെന്ത് ലാഭം? നമ്മൾ കാണുന്ന യൂട്യൂബർമാർക്ക് ഒരുപാട് പൈസ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. നമ്മൾ അബദ്ധസഞ്ചാരം നടത്തുന്ന വെബ്സൈറ്റുകളിൽ ലോകോത്തര വേശ്യകൾക്ക് പോലും വരുമാനമുണ്ടാക്കി കൊടുക്കുന്നത് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. നമുക്കെന്ത് ലാഭം? അതുകൊണ്ട് മരിക്കും മുമ്പ് ഈ ദീനിനെ കുറിച്ച് പഠിക്കാൻ, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠിക്കാൻ, ബോധത്തോടുകൂടെ ആരാധനകളും ദീനീയായ കാര്യങ്ങളും ചിട്ടവട്ടങ്ങളും പാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കലാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഖുർആൻ പഠിക്കുന്നവർക്ക് ആശ്വാസമാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വദറിന്റെ ഭാര്യ ഹോസ്പിറ്റൽ അഡ്മിറ്റായ സമയത്ത് MES ഹോസ്പിറ്റലിലെ ഡോക്ടർ അബ്ദുൽ ജലീൽ സാറെ ഞാൻ വിളിച്ചു. നമ്മുടെ നാട്ടിലൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ട്, എന്താണ് അവരുടെ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പഠിച്ച പാഠപുസ്തകങ്ങൾ മുഴുവൻ മറിച്ചു നോക്കിയിട്ടും എന്താണ് കാരണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അള്ളാഹു ആ സഹോദരിക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇവിടെ ICUവിൽ കയറിയാൽ ഇതുപോലത്തെ നിരവധി കേസുകളുണ്ട്. മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ ഇന്ന് ക്ലിനിക്കിൽ പോകാതെ QHLSന് പോവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ക്ലിനിക്കിൽ പോയിട്ട് ചികിത്സ നടത്തി കാശുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി അവിടെ പോവാതെ ഞാൻ ഖുർആൻ പഠിക്കാൻ പോവാണ്, ഒരു സമാധാനം കിട്ടാനെന്ന് നമ്മളെക്കാൾ വിദ്യാസമ്പന്നരായ, നമ്മളെക്കാൾ സാമ്പത്തികമായ സോഴ്സുള്ള ആളുകൾ പോലും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നെങ്കിൽ സഹോദരന്മാരെ, ഈ മാറുന്ന കാലത്ത് ഒരുപാട് ടെൻഷനുകളുമായി, പ്രാരാബ്ധങ്ങളുമായി, പ്രയാസങ്ങളുമായി, ആദികളുമായി ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രായമാകും മുമ്പ് തന്നെ വാർദ്ധക്യത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഇന്നത്തെ കാലത്ത് നമുക്ക് സമാധാനത്തോടെ, സ്വസ്ഥതയോടെ
ജീവിക്കാനുള്ള മാർഗം അള്ളാൻ്റെ ഖുർആനാണ്. അതിവിടെ മാത്രമല്ല, നമ്മൾ മരണപ്പെട്ടാൽ ആളുകൾ നമ്മെ കൊണ്ടുപോയിട്ട് ഈ മക്ബറയിൽ കബറടക്കി തിരിച്ചു പോരുമ്പോൾ അള്ളാൻ്റെ മലക്കുകൾ വന്ന് ചോദിക്കും, മൻ റബ്ബുക, ആരാ നിന്റെ റബ്ബ്? റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ചോദ്യം, കൈഫ അറഫ്ത, നിനക്കതെങ്ങനെ മനസ്സിലായി? വിശ്വാസികൾ പറയുന്ന മറുപടി എന്താ അറിയോ? ഖറഅതു കിതാബല്ലാഹ്, അള്ളാന്റെ കിതാബ് ഞാൻ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി. പഠിച്ച് ബോധ്യപ്പെട്ട് ജീവിക്കേണ്ടതാണ് സഹോദരന്മാരെ ഈ ജീവിതം. വളരെ കുറച്ചു കാലം അല്ലേ? നമ്മുടെ അസ്ലം, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ലത്തീഫ്, MK ലത്തീഫ്, നമ്മുടെ മുജീബ്, എത്രയെത്ര യുവാക്കളാണ് നല്ല പ്രായത്തിൽ മരണപ്പെട്ടു പോയത്. നാം മരിക്കാത്തത് എന്തുകൊണ്ടാണ് സഹോദരന്മാരെ? നമ്മുടെ സമയമാകാത്തത് കൊണ്ട് മാത്രമാണ്. 4-ാം മാസത്തിൽ മാതാവിന്റെ ഗർഭത്തിലിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു രേഖപ്പെടുത്തിയ അജലുഹു, നമ്മുടെ ഒരു സമയം, ആ സമയം എത്താത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവനോടെ കഴിയുന്നത്. അള്ളാഹു നമ്മുടെ നാട്ടിൽ മരിച്ചുപോയി എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മളാണ് അവിടെ കുത്തിവെച്ച 1-2 സ്പെയർ കബറുകളുണ്ട് ഖബർസ്ഥാനിൽ. 1-2 കബറുകൾ എപ്പോഴും എക്സ്ട്രാ കുത്തിവെക്കും. പെട്ടെന്ന് മരിച്ചാൽ അത് തുഴഞ്ഞ് അതിലെ മണ്ണും ചെമ്മലൊക്കെ മാറ്റിയിട്ട് അതിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നാണ് അതിലേക്ക് ആളുകൾ പോകാറുള്ളത്. സഹോദരന്മാര്, എല്ലാം അവസാനിക്കും. എല്ലാ പത്രാസും നിൽക്കും, എല്ലാ ആഢ്യത്വവും നിൽക്കും, എല്ലാ ആളാവലും നിൽക്കും. ഞാനൊക്കെ വലിയ ആളാണ് എന്ന വിചാരത്തിൽ മുന്നോട്ട് പോകുന്നെങ്കിൽ അതെല്ലാം നിൽക്കുന്ന ഒരു സമയമുണ്ട്. ഒരു തുള്ളി പൾസ് കിട്ടാതെ പിടഞ്ഞു വീണ് മരിക്കുന്ന നിമിഷത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് നാം എന്താണോ ചെയ്തു കൂട്ടിയത് അതാണ് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളത്. മറക്കാതിരിക്കും. അതുകൊണ്ട് പഠിക്കണം, പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കണം. അവിടെ ലജ്ജയില്ല. റസൂലിനോട് സ്വഹാബിമാർ വന്നിട്ട് സെക്സ് സംശയം ചോദിക്കാം. റസൂൽ പറയാ, ഹക്ക് പഠിപ്പിക്കുന്നിടത്ത് അള്ളാഹു ലജ്ജിക്കുന്നില്ല. അതുപോലും പഠിപ്പിച്ചു കൊടുക്കുക കൃത്യമായിട്ട്. അതിൽ പോലും സംശയങ്ങൾ തീർത്തു കൊടുക്കുക. ഇൽമ പഠിക്കുന്നിടത്ത് പ്രായമില്ല. ചെറുപ്പത്ത് പഠിച്ചിരുന്നില്ല എന്നതൊരു ന്യായമല്ല. നമ്മുടെ മുന്നിലുള്ള മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി പഠിച്ചു മനസ്സിലാക്കി ആ ഖുർആനിന്റെ വെളിച്ചത്തിൽ മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. ഇൻഷാ അള്ളാഹ് ഈ 2 ദിവസം ഇവിടെ നടക്കുന്ന പരിപാടിയിൽ നമ്മളെല്ലാവരും ഉണ്ടാകണം. ഇന്നെത്താത്തവരോട് നാളെ എത്താൻ നിങ്ങളെല്ലാവരും പറയണം. ഈ നാട്ടിൽ ഇത്രയൊന്നും ആളുകളല്ല ഉള്ളത്. അൽഹംദുലില്ലാ, എത്രയാൾ വന്നാലും ശരി, എത്ര കുറഞ്ഞാലും എത്ര കൂടിയാലും ഫബില്ലാഹി തൗഫീഖ്, അള്ളാഹുവിൻ്റെ ദീന് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള നമ്മുടെ ദൗത്യം. എത്രയാൾ കൂടിയാലും എത്രയാൾ കുറഞ്ഞാലും ഇവിടെ എത്തിപ്പെടാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചെങ്കിൽ അൽഹംദുലില്ലാ, അള്ളാഹു നൽകിയ വലിയൊരു നിഅമത്താണ്. ഇവിടെ എത്തിപ്പെടാത്തവർക്ക് തടസ്സങ്ങൾ കൊണ്ടാണെങ്കിൽ അള്ളാഹു അവർക്ക് നാളെ എത്താനുള്ള അവസരം കൊടുക്കട്ടെ. മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ അവരോട് പറയാനുള്ളത് ഒന്നുമില്ല. ദീനി എന്നത് വ്യക്തമാണ്. ആരെങ്കിലും തീർക്കുന്ന പുകമറകൾ കൊണ്ട് ഒന്നും ഇവിടെ സംഭവിക്കൂല. പുകമറകൾ കൊണ്ടും തെറ്റുധാരണകൾ കൊണ്ടും ഒന്നും സംഭവിക്കൂല. ദീൻ ഒളിച്ചും മറച്ചും കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു കാലുണ്ടായിരുന്നു മുമ്പ്. ഇനി നടക്കില്ല. പ്രമാണത്തിലുള്ളത് പച്ചയ്ക്ക് വ്യക്തമായി തുറന്നു പറയേണ്ട ബാധ്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മളെല്ലാവരും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.